ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 90 ഒരു വികാരമായ ഒരു ഐറ്റംസാണ് പാൽക്കട്ട. ഇന്ന് നമുക്ക് അതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് പാൽക്കട്ട എന്ന് പേരുണ്ടെങ്കിലും അതിൽ പാലിൻ്റെ ഒരു അംശം പോലും ചേർക്കുന്നില്ല. സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ കുറേ വാങ്ങിക്കഴിച്ച ഒരു ഐറ്റംസാണ്. ഇപ്പോൾ ഇതിന് ആ ടേസ്റ്റ് ഒന്നുമില്ല. ഒന്നാമത് ഇപ്പോഴും ഫുഡ് ഇഷ്ടം പോലെ ആയതുകൊണ്ടായിരിക്കാം ആ ടേസ്റ്റ് ഇല്ലാത്തത്. എന്നാലും നമുക്കതൊന്നും ഉണ്ടാക്കി നോക്കാം. കാരണം ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഏലക്കായ കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ 1/4 കപ്പ് മിൽമനെയ്യും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 1 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. കൈ എടുക്കാണ്ട് ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത് ഫ്ലോപ്പായി എന്ന്. പക്ഷേ ഫ്ലോപ്പായിട്ടില്ല. ഞാനും അങ്ങനെ തന്നെ കരുതിയത്. പിന്നെ അതിലേക്ക് ഞാനൊരു 3 സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽക്കട്ട എന്ന് പറയുമ്പോൾ പാലിൻ്റെ എന്തെങ്കിലും ഒരു അംശം വേണ്ടേ. ഞാൻ വെറുതെ ജസ്റ്റ് ഇട്ട് കൊടുത്തതാണ്. അത് ഇട്ട് കൊടുത്തിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഏലക്കായൻ്റെ മണം ഇഷ്ടമില്ലാത്തവരും അതും സ്കിപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം മിക്സ് ആക്കിയിട്ട് അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. പാത്രത്തിൽ ബട്ടർ പേപ്പർ കൂടി വിരിച്ചെടുത്തതിന് ശേഷമാണ് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അമർത്തി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് അമർത്തിയെടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിപ്പോകും. എന്താ വെച്ചാൽ ഞാൻ അതിനെ കമിഴ്ത്തി ഇട്ടതുകൊണ്ടാണ് അത് മുറിക്കുമ്പോൾ പൊട്ടിപ്പോകുന്നത്. സാധാ ഉണ്ടായ പോലെ തന്നെയാണെങ്കിൽ ഇതുപോലെ പൊട്ടൂല. കാരണം എന്ന് വെച്ചാൽ അടിഭാഗം കുറച്ച് ലെവലില്ല, അതുകൊണ്ടാണ് പൊട്ടിപ്പോയത്. അങ്ങനെ നമ്മുടെ പാൽക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2K കിഡ്സിനൊന്നും ഇതിൻ്റെ മഹിമ കുറിച്ചിട്ട് പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല. കാരണം നമുക്കൊക്കെ അന്ന് ചോക്ലേറ്റോ മുട്ടായോ കിട്ടണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം. കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നും രാവിലെ പോകുമ്പോൾ 2 രൂപ ഉമ്മ തരും പിന്നെ മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പൈസനെ കൊണ്ടാണ് ഇതുപോലത്തെ ഒക്കെ വാങ്ങിയിട്ട് കഴിക്കല്. ഇപ്പോൾ ആ 2 രൂപയിൽ നിന്നൊക്കെ മാറിയിട്ട് 20 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കാലം പോയൊരു പോക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.